ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഹിമാചൽ പ്രദേശിൽ വിശ്വാസവഞ്ചന നടത്തിയ കോൺഗ്രസ് പാർട്ടിയാണ്. രാജ്യത്ത് നടക്കുന്ന ഏതൊരു സംഭവവും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണ്. കേരളത്തിലും അത് അങ്ങനെ തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നൊരു വികാരം ജനങ്ങളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്ത് ഹിമാചൽ പ്രദേശിലെ 6 കോൺഗ്രസ് MLA-മാരെ ഇപ്പോൾ നിയമസഭയിൽ നിന്ന് അയോഗ്യരാക്കിയിരിക്കുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP ഭരിക്കുന്ന ഹരിയാനയിലേക്ക് ഇവരെ മാറ്റിയിരുന്നു. ഹിമാചൽ നിയമസഭയിലേക്ക് എത്തിയ 6 പേരെയും കയ്യടികളോടെയാണ് BJP MLA-മാർ സ്വാഗതം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് MLA-മാർക്ക് ഭരണകക്ഷിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് BJP ആരോപിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമലംഘനത്തിലാണ് 6 MLA-മാരെ അയോഗ്യരാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അല്ല, മത്സര ചിത്രം വളരെ വ്യക്തമായല്ലോ. ഇപ്പോൾ കോഴിക്കോട്ട് നോക്കിയാൽ നമ്മളിപ്പോൾ കാണുന്നത് കോഴിക്കോട് മാത്രമല്ല, വടകര നോക്കിയാൽ കാണുന്നത് വടകര മാത്രമല്ല, കേരളത്തിൽ 20 സീറ്റ് നോക്കിയാൽ കേരളം മാത്രമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ നമ്മൾ കാണുന്നത് രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ, ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ, ഒപ്പം ആകാശത്തിന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഹിമാചൽ പ്രദേശിൽ വിശ്വാസവഞ്ചന നടത്തിയ കോൺഗ്രസ് പാർട്ടിയാണ്. അതിവിടെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ തെറ്റായ ഒരു പ്രചരണത്തിൽ പെട്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞാണ്. അതിൽ സ്വാധീനിക്കപ്പെട്ട ഒരു സംഭവം രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടിയായിരുന്നു. കോൺഗ്രസ് അവിടെ വന്നത് ഇവിടെ വലിയ ക്യാമ്പയിനായി മാറി. എന്നാൽ ഇപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ജനങ്ങൾ കാണുന്നത്, നമ്മളൊക്കെ കാണുന്നത്, ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിൻ്റെ MLA-മാർ കൂറുമാറി BJPക്ക് വോട്ട് ചെയ്ത് BJP വിജയിപ്പിച്ചു. ഇതിന് വലിയൊരു നാണക്കേടുണ്ടോ? ഹിമാചൽ പ്രദേശിൽ 68 നിയമസഭാ സീറ്റിൽ 40 വിജയിച്ചത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവരാണ്. അവർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയത്തിലെത്തിക്കാൻ കാരണമായത് BJPക്കെതിരെ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ്. എന്നിട്ട് അവർ തന്നെ വോട്ട് മാറ്റി ചെയ്യണം. ഇങ്ങനൊരു നാണക്കേടുണ്ടോ? പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ദേശീയ നേതാവാണ് അഭിഷേക് സിംഗ്വി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ രാത്രി ഭക്ഷണം കഴിച്ച ആളുകളാണ് വോട്ട് മാറ്റി ചെയ്തത്, എൻ്റെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവരാണ് മാറ്റി ചെയ്യുന്നത്. മനുഷ്യന്മാർ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് എനിക്കിതിലൂടെ മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് കോൺഗ്രസ് ദേശീയ നേതാവ് കോൺഗ്രസിൻ്റെ MLA-മാരുടെ മനസ്സ് അറിയാൻ പറ്റുന്നില്ല, ഇവരൊക്കെ ഏതൊക്കെ തരത്തിലാണ് എന്ന് മനസ്സിലായി തുറന്നു പറഞ്ഞിരിക്കുക. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ദുഃഖിക്കുകയാണ്. ആ രാജ്യസഭാ സീറ്റിൽ BJP വിജയിച്ചതിൽ നമ്മളൊക്കെ ദുഃഖിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ BJP സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഇതിലെന്തോ അടിയൊഴുക്കുണ്ട്. കാരണം അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. റിസോർട്ടിൻ്റെ രാഷ്ട്രീയവും ലോകമുണ്ടായതിനു ശേഷം ഏറ്റവും അധികം റിസോർട്ടിൽ ഒളിവ് കഴിഞ്ഞത് കോൺഗ്രസ് MLA-മാരായിരിക്കും. അത് ഇന്ത്യ രാജ്യത്താണ്. ഇന്ത്യയിലെ കോൺഗ്രസ് MLA-മാർ വിവിധ സംസ്ഥാനങ്ങൾ റിസോർട്ടിൽ ഒളിവ് കിടന്നു. BJP മത്സരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഹൈക്കമാൻഡിൻ്റെ പണി? ശ്രദ്ധ കൊടുക്കണ്ടേ? അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPയുടെ ചാരപ്പണി എടുക്കുന്ന നേതാക്കന്മാർ ഹൈക്കമാൻഡിലുണ്ട്, ഇവിടെ താഴത്തെ കമാൻഡിലുണ്ട്. ഇത് തുടരുകയാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മഹാഭൂരിപക്ഷവും BJP വിരുദ്ധ മനസ്സുള്ളവരാണ്. എന്ത് വിശ്വാസത്തിലാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുക? കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മലയാളിയുടെ മനസ്സിൽ ഒരു പോസ്റ്റർ പതിയുന്നത് പോലെ പതിയുന്ന സംഭവമാണ് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 6 കോൺഗ്രസ് MLA-മാരും സർക്കാരിനെ പിന്തുണച്ചിരുന്ന 3 സ്വതന്ത്ര MLA-മാരുമാണ് BJPക്ക് വോട്ട് ചെയ്തിരുന്നത്. ഇതോടെ ജയമുറപ്പിച്ചിരുന്ന കോൺഗ്രസ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മുതിർന്ന നേതാവ് അഭിഷേക് മനു BJPയുടെ ഹർഷ് മഹാജനും 34 വോട്ടുകളാണ് ലഭിച്ചത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെ BJP സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. MLA-മാരുടെ കൂറുമാറ്റത്തോടെ സംസ്ഥാനത്ത് സർക്കാർ കടുത്ത ഭരണപ്രതിസന്ധിയിലേക്ക് വീണു. സർക്കാരിനെതിരെ വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഗവർണറെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെ മന്ത്രി വിക്രമാദിത്യ സിംഗ് രാജി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ആശങ്ക കനത്തിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഹൈക്കമാൻഡ് ഹിമാചലിലേക്ക് അയക്കുകയും ചെയ്തു. എന്തായാലും ചർച്ചകൾക്കൊടുവിൽ വിക്രമാദിത്യ സിംഗ് രാജി എന്ന തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയത് കോൺഗ്രസിന് ആശ്വാസകരമായിരിക്കുകയാണ്.